Hi children, good morning everybody. Welcome back to our science class. Today we are going to study a new chapter in our science textbook. Chapter 6, Soil. All of you take page number 171. 171. This page. Okay, are you ready? In this chapter, we will discuss about different types of soils and layers of soils also. Layer, okay. Okay, look at the textbook. Let us begin. Name two animals that make burrows in the earth. Burrow. ഭൂമിയിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ടു ആനിമൽസ് നെയിംസാണ് അവിടെ എഴുതേണ്ടത്. മണ്ണിനടിയിൽ മാളമുണ്ടാക്കി ജീവിക്കുന്ന ടു ആനിമൽസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ റാറ്റ്. ദെൻ നെക്സ്റ്റ് വൺ റാബിറ്റ്. റാറ്റ് ആൻഡ് റാബിറ്റ്. ഓക്കെ. ദെൻ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. Soil is the topmost layer of earth. Plants need soil to grow. Soil is also home to many small animals. But how is soil formed? Okay. ഭൂമിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറാണ് സോയിൽ എന്ന് പറയുന്നത്. ഭൂമിയുടെ എർത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് സോയിൽ. ഓക്കെ. പ്ലാന്റ്സിന് വളരാൻ സോയിൽ ആവശ്യമാണ്. അതുപോലെ ധാരാളം ആനിമൽസിൻ്റെ വീടാണ് സോയിൽ. എന്നാൽ ഈ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഹൗ is soil formed? Okay. Soil is formed by breaking up of rocks. In a beginning, the earth's surface was covered with rocks. These rocks were heated by the sun and cooled by the rain. Due to this, the rocks broke into small pieces. These pieces of rocks were carried by the running water and strong winds. The action of flowing water and winds further broken down the rock pieces into smaller pieces, and finally tiny soil particles were formed. The size of soil particles differ from soil to soil. Soil also differ in color and texture. ഓക്കെ. സോയിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നമ്മുടെ എർത്തിൽ സോയിൽ ഉണ്ടായിരുന്നില്ല. ധാരാളം റോക്സ് ആയിരുന്നുണ്ട്. റോക്കുകൾ, പാറക്കെട്ടുകൾ. ഓക്കെ. അപ്പോൾ സൂര്യൻ്റെ ചൂടേറ്റ് ഈ റോക്സ് ചൂടായി നിൽക്കും അല്ലേ? അതുപോലെ മഴ കൊണ്ടിട്ട് ഈ റോക്സ് എന്തായിട്ട് പോകും? റോക്സിൻ്റെ സർഫേസ് കൂളാകും, തണുക്കും. വെയിൽ കൊണ്ട് ചൂടാവുകയും മഴ കൊണ്ട് തണുക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ഒരുപാട് വെയിലും മഴയൊക്കെ കൊണ്ട് ഈ റോക്സ് ഒരു നാൾ പൊട്ടിത്തെറിക്കും. ഓക്കെ. നമ്മൾ കേട്ടിട്ടില്ലേ ഉരുൾപൊട്ടൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേൾക്കല്ല, നമ്മളെ അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ഒന്നാണ് അല്ലേ? നേരിട്ടല്ലെങ്കിലും വാർത്തകളിലൂടെയൊക്കെ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്. അങ്ങനെ ഈ റോക്സ് പൊട്ടി കഷ്ണങ്ങളാവും. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഈ റോക്സ്, ഈ പൊട്ടിയ കഷ്ണങ്ങൾ വീണ്ടും ചെറുതായി
അതിലും ചെറിയ കഷ്ണങ്ങളാവും. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഈ റോക്സിൻ്റെ കഷ്ണങ്ങൾ കാറ്റിലോ അല്ലെങ്കിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളത്തിലോ ഒഴുകിപ്പോകുമ്പോൾ ഈ റോക്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയിട്ടാണ് പോകും. അപ്പോൾ ഇവ വീണ്ടും പൊടിയും. മനസ്സിലായോ? അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ ഈ വലിയ റോക്സുകൾ പൊടിഞ്ഞ് ചെറിയ സാൻഡ് പാർട്ടിക്കിൾസ് ആയി മാറും. ചെറിയ മണൽത്തരികളായിട്ട് മാറും. നമ്മുടെ പുഴയിലൊക്കെ ഉള്ള മണൽത്തരികൾ കണ്ടിട്ടില്ലേ? ആ രീതിയിലാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 20 വർഷം കൊണ്ടോ ഒന്നും അല്ല മണ്ണുണ്ടാകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? Okay, children. The size of the soil particles differ from soil to soil. Soil also differ in color and texture. അപ്പം എല്ലാ സോയിലുകളും ഒരേ കളറും ഒരേ ഘടനയുമല്ല. പല സ്ഥലങ്ങളിൽ കാണുന്ന സോയിലിന് പല രീതിയിലുള്ള നിറവും ഘടനയുമായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, all of you look and learn. You see, look and learn. Collect some soil from a garden and some from the roadside. Feel both the samples. Which soil is smooth to touch and which soil sample is rough? The garden soil is smooth while the roadside soil is rough. This prove that soil differ in texture. For example, നിങ്ങളുടെ ഗാർഡനിൽ നിന്നുള്ള കുറച്ച് സോയിൽ എടുക്കുക, അതുപോലെ റോഡ് സൈഡിൽ നിന്നും കുറച്ച് സോയിൽ എടുക്കുക. എന്നിട്ട് നോക്കുക ഏത് സോയിലാണ് സോഫ്റ്റ്, ഏത് സോയിലാണ് ഹാർഡ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഉള്ള സോയിലിനായിരിക്കും സോഫ്റ്റ്നെസ് കൂടുതൽ, അല്ലേ? സോഫ്റ്റ് കൂടുതൽ ഗാർഡൻ സോയിലിനായിരിക്കും. റോഡ് സൈഡിലുള്ള സോയിലിന് ഗാർഡൻ്റെ സോയിലിൻ്റെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, റഫായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോയിൽസ് ആർ ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് textures. Okay, then all of you take next page. What does soil contain? സോയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ലെയേഴ്സ് ഓഫ് സോയിലാണ് പഠിക്കുന്നത് കേട്ടോ. ലെയർ, സോയിലിൻ്റെ ലെയറുകൾ, തട്ടുകൾ. ഓക്കെ, ലെറ്റ് us do a simple experiment to find out what soil contains. Take some water in a jar and add a handful of garden soil to it. Shake it well and allow it to settle. After some time, you will find that the soil has settled into 4 layers. You will find dead leaves, things and dead insects floating at the top. This is humus. Then next will be a layer of muddy water contains very fine soil particles. This is clay. Then you will find a layer of sand with soil particles bigger than clay. At the bottom will be coarse soil particles of gravel, small pieces of rocks and stones. Okay, അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ജാർ എടുക്കുക, ഒരു ചില്ലിൻ്റെ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന രീതിയിലുള്ളൊരു ജാർ, ഒരു കുപ്പി എടുക്കുക, ഒരു ബോട്ടിൽ. ഓക്കെ, വാട്ടർ ബോട്ടിലല്ല, അല്ലാത്ത ടൈപ്പ് ബോട്ടിലില്ലേ, മൂടിയുടെ ഭാഗം ഇത്തിരി വട്ടം വരുന്ന ബോട്ടിൽ, അതെടുക്കുക. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യണം? ആ ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. നിറയെ ഒഴിക്കേണ്ട, ഒരു പകുതി. എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ ഗാർഡനിൽ നിന്നും കുറച്ച് സോയിൽ വാരിയിട്ട് ഈ ബോട്ടിലിടുക.
ഗാർഡനിലെ സോയിൽ. എന്നിട്ട് ബോട്ടിൽ അടച്ചു വെച്ചിട്ട് നല്ലോണം ഷേക്ക് ചെയ്യുക, കുലുക്കി കഴിഞ്ഞിട്ട് ഈ ബോട്ടിൽ ഒരു സ്ഥലത്ത് കൊണ്ട് അനക്കാതെ വെക്കുക. അത് സെറ്റിലാവാൻ വെക്കുക, ഊറി വരാൻ വെക്കുക, തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെക്കുക. തൊടാനും അനക്കാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബോട്ടിൽ ഈ മണ്ണില്ലേ നമ്മൾ ഇതിനകത്ത് കലക്ക് ഗാർഡൻ സോയിൽ അത് 4 തട്ടുകളായിട്ട് നിൽക്കുന്നത് കാണാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 തട്ടുകളിൽ നിൽക്കുന്നത് കാണാം. അതിലേറ്റവും മുകളിൽ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എന്താണ് കാണാൻ പറ്റുക? ഡെഡ് ലീവ്സും ഡെഡ് ഇൻസെക്ട്സും ടിങ്സൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഡെഡ് ലീവ്സ് ഈ ഇലയിലൊക്കെ അടങ്ങി നമ്മുടെ ഈ മണ്ണ് വാരിയിട്ടപ്പോൾ അതിനകത്ത് ഇലകളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ പൊഴിഞ്ഞ് വീണ ഇലകളൊക്കെ, ആ ഇലകൾ പൊങ്ങി നിൽക്കുന്നത് കാണാം വെള്ളത്തിൽ. എന്തെങ്കിലും പ്രാണികളോ ഒക്കെ ചത്തതുണ്ടെങ്കിൽ അതും പൊങ്ങി നിൽക്കും. ചെറിയ കമ്പും ചുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ ഈ ലെയർ, ഈ ഡെഡ് ലീവ്സും ഡെഡ് ഇൻസെക്ട്സും ടിങ്സൊക്കെ പൊങ്ങി നിൽക്കുന്ന ഈ ഏറ്റവും മുകളിലത്തെ ലെയറിനെയാണ് എന്ത് പറയുക? ഹ്യൂമസ് എന്ന് പറയാം. എന്താ പറയുക? ഹ്യൂമസ്. ആ ചിത്രത്തിൽ നോക്കിക്കോളൂ കേട്ടോ. ദെൻ ഇനി ഹ്യൂമസിൻ്റെ താഴെ ഉള്ള ലെയറാണ് ക്ലേ. ക്ലേ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ വാരിയിട്ട ഈ സാൻഡിൽ ചെളിയുള്ള ഭാഗം അല്ലേ മുകളിൽ വന്ന് നിൽക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം, അതാണ് ക്ലേ അല്ലേ? ക്ലേ, കളിമണ്ണ് നമുക്ക് കേട്ടിട്ടില്ലേ? അത് ഇനി അതുപോലെ ദെൻ യു വിൽ ഫൈൻഡ് എ ലെയർ സാൻഡ് വിത്ത് സോയിൽ പാർട്ടിക്കിൾസ് ബിഗർ ദാൻ ക്ലേ. ഇനി ആ ക്ലേൻ്റെ തൊട്ട് താഴെ ക്ലേ സോയിലിനേക്കാളും കുറച്ചുകൂടെ പാർട്ടിക്കിൾസ്, മണൽത്തരികൾ വലുതായിട്ടുള്ള ഭാഗം കാണാം. അതാണ് സാൻഡ്. ക്ലേ സോയിലിൽ സോയിൽ പാർട്ടിക്കിൾസ് സോഫ്റ്റ് ആയിരിക്കും. സാൻഡ് സോയിലിൽ അതിലേറെ കുറച്ചും കൂടി വലുതായിരിക്കും. ഓക്കെ, അപ്പം അത് സാൻഡ്, മൂന്നാമത്തെ ലെയർ സാൻഡ്. ഇനി ഏറ്റവും അടിയിൽ വരുന്ന ലെയറാണ് ഗ്രാവൽ. ആ ഗ്രാവലിൽ വരുന്നത് എന്തൊക്കെയാണ്? വലിയ കല്ലും ചെറിയ കല്ലുകളും അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, ചരൽ മണ്ണ് എന്ന് പറയും അല്ലേ, മണ്ണും കല്ലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാൻഡാണ് ഏറ്റവും അടിയിൽ വരുന്നത്. അപ്പോൾ 4 ലെയേഴ്സ് മനസ്സിലായോ? ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറാണ് ഹ്യൂമസ്. ഡെഡ് ലീവ്സും ഡെഡ് ആനിമൽസും അത് ടിങ്സും ഒക്കെ പൊങ്ങി നിൽക്കുന്ന ആ ലെയർ. അതിൻ്റെ താഴെ ക്ലേ, അതിൻ്റെ താഴെ സാൻഡ്, അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന 4ാമത്തെ ലെയറാണ് ഗ്രാവൽ. ഓക്കെ, ചരൽ മണ്ണ്. ഇങ്ങനെ 4 ലെയറുകളായിട്ടാണ് നമ്മുടെ ഈ എന്താ പറയുക ലാൻഡ്, നമ്മുടെ ഈ ഭൂമിയിലും മണ്ണ് സോയിൽ കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടൈപ്പ് ഓഫ് സോയിൽസ്. Soil is not the same everywhere. Different types of soil are found in different places. There are mainly 3 types of soil. Okay, ഓരോ പ്രദേശങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലുള്ള മണ്ണല്ല. ഡിഫറെൻറ്റ് സോയിൽസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഓക്കെ, പ്രധാനമായും 3 തരത്തിലുള്ള സോയിൽസാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ സാൻഡി സോയിൽ, ദെൻ ക്ലേ സോയിൽ, ലോമി സോയിൽ. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ സാൻഡി സോയിൽ. This type of soil is made up of sand. It is yellow, grey or light brown in color. There is a lot of spaces between the soil particles. That is why sandy soil cannot hold much water. Sandy soils found on beaches and in deserts. It is mixture with cement and used to make buildings. അപ്പോൾ സാൻഡി സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലേ? നമ്മൾ പുഴയിലൊക്കെ ഉള്ള സോയിൽ കണ്ടിട്ടില്ല? പുഴയിലുള്ള മണ്ണ് കണ്ടിട്ടില്ല? നമ്മുടെ വീട് ചുമര് തേക്കാനും ഒക്കെ കൊണ്ടുവരുന്ന
പഞ്ചസാര മണി പോലെയുള്ള മണൽ, അതാണ് സാൻഡി സോയിൽ. അതിൻ്റെ കളറെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യെല്ലോ കളറ് അല്ലെങ്കിൽ ഗ്രേ കളറോ ബ്രൗൺ കളറിലോ ഒക്കെ ഇത് കാണാറുണ്ട്. അപ്പോൾ ഡെസേർട്ടിലും പിന്നെ അതുപോലെ കടൽ തീരങ്ങളിലും പുഴയിലും ഒക്കെ ഈ തരം മണൽ കാണാറുണ്ട്. ഇതിൻ്റെ സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒട്ടിയല്ല നിൽക്കുക. അതായത് ഒരു സോയിൽ മറ്റൊരു സോയിലിനോട് ചേർന്നല്ല നിൽക്കുക. ശരിയല്ലേ? നമ്മൾ പുഴയിലുള്ള മണൽ വാരിക്കഴിഞ്ഞാൽ ഇങ്ങനെ മണൽ തരികളല്ലേ, ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന മണ്ണല്ലല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിനെ കൂടുതൽ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ സോയിലിന് ഇല്ല. ബിൽഡിങ്സ് നിർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ട് സിമെൻറ്റിൻ്റെ കൂടെ ചേർത്ത് ഈ മണൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലേ സോയിൽ, കളിമണ്ണ് കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ. ദ സോയിൽ പാർട്ടിക്കിൾസ് ആർ വെരി ഫൈൻ ആൻഡ് stick together. That is why clay soil can hold more water but does not trap enough air for the roots of the plants. Clay soil found in ponds and river beds, since it is very sticky, is used to make pots and other articles. അപ്പോൾ കളിമണ്ണ് ഇത് സ്റ്റിക്കി ആയിട്ടുള്ള സോയിലാണ്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സോയിലാണ്. പുഴയിലുള്ള മണൽത്തരികളെ പോലെ അല്ല ഇല്ലേ. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. സ്റ്റിക്കി ആയിട്ട് ഒട്ടി നിൽക്കുന്ന സോയിലാണ്. ഒരു സോയിൽ പാർട്ടിക്കിൾ മറ്റൊന്നിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം വെള്ളം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഓക്സിജന് കൂടുതലായിട്ട് എർത്തിലേക്ക് കടത്തി വിടാൻ ഈ സോയിൽ സമ്മതിക്കില്ല. അപ്പോൾ ഇത്തരം സോയിലുകൾ കാണപ്പെടുന്നത് കുളങ്ങളുടെയും പുഴകളുടെയും ഏറ്റവും അടിയിൽ, അതായത് പുഴയിൽ കാണുന്ന, പുഴയുടെ തീരത്ത് കാണുന്ന മണൽത്തരികളുടെയും അടിയിലായിട്ട് കാണുന്നതാണ് ഈ ചളിമണ്ണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ലോമി സോയിൽ. ലോമി സോയിലും ഈ ക്ലേ സോയിലിൻ്റെ അതേ സ്വഭാവമുള്ള ഒരു തരം മണ്ണാണ് കേട്ടോ. ലോമി സോയിൽ ഈസ് എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് ക്ലേ. ഇറ്റ് ക്യാൻ ഹോൾഡ് മോർ വാട്ടർ ആൻഡ് എയർ. ഇറ്റ് ആൾസോ കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് ഹ്യൂമസ്. ഹ്യൂമസ് മേക്സ് ദ സോയിൽ ഫെർട്ടൈൽ. ഓൾ ദീസ് ഫെർട്ടൈൽ മേക്സ് ലോമി സോയിൽ ബെസ്റ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. അപ്പം സാൻഡിൻ്റെയും ക്ലേയുടെയും ഒരു മിക്സാണ് ലോമി സോയിൽ എന്ന് പറയുന്നത്. സാൻഡും ക്ലേയും കൂടെ മിക്സ് ആയിട്ടുള്ള സോയിലാണ് ലോമി സോയിൽ. ഈ ലോമി സോയിലിൽ ധാരാളം ഹ്യൂമസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ വാട്ടർ കൂടുതൽ ആഗിരണം ചെയ്യാനും എയർ ആഗിരണം ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ഈ സോയിലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോയിലിന് വളം കൂടുതൽ അടങ്ങിയിട്ടുള്ള സോയിലായതുകൊണ്ട് ഇതിൽ ധാരാളം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വിളവുകൾ ലഭിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സോയിൽ ആൻഡ് ക്രോപ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ആർ സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് to grow. Adding cow dung manure and decaying leaves makes the soil fertile because manure has a lot of humus. അപ്പോൾ സോയിലും ക്രോപ്സും തമ്മിലുള്ള എങ്ങനെയാണ്? ഈ ഹ്യൂമസ് ധാരാളം അടങ്ങിയിരിക്കുന്ന മേൽമണ്ണിലെ അതിൽ ധാരാളം കൃഷി ചെയ്യാൻ സാധിക്കും, വിളവ് ധാരാളം ലഭിക്കും. ഇതിൽ വളത്തിൻ്റെ അംശം കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കൗ ഡങ്, അതായത് ചാണകം ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചിലകൾ ഒക്കെ ചേർത്ത് ഈ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ധാരാളം വിളവ് ലഭിക്കുകയും ചെയ്യും. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഫലം ലഭിക്കും. ഓക്കെ, ദെൻ ആനിമൽസ് ഇൻ ദ സോയിൽ. ഇനി സോയിലിലുള്ള ആനിമൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോയിൽ ഈസ് home to large number of animals. Rabbits make burrows in the soil. Insects such as ants and beetles live in soil. Worms such as earthworms
Millipedes and centipedes makes turns in the soil. Earthworms are also called the farmers' friends because they turn the soil and make the soil airy and fertile. അപ്പം സോയിൽ എന്ന് പറയുന്നത് ധാരാളം ആനിമൽസിൻ്റെ വാസസ്ഥലമാണ് അല്ലേ. ഇപ്പം ബറോസ് അല്ലേ, സോയിലിൽ മാളം ഉണ്ടാക്കിയിട്ട് നമ്മുടെ റാബിറ്റ്സും അതുപോലെ റാറ്റ്സൊക്കെ അതിനകത്താണ് കഴിയുന്നത്. അതുപോലെ ബീറ്റിൽസ്, ധാരാളം വണ്ടുകളും ഉറുമ്പുകളൊക്കെ ഈ സോയിലിൽ ഉള്ള ചെറിയ കുഴികൾ അല്ലേ, ചെറിയ ഹോൾസിലൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ മണ്ണിരല്ലേ, എർത്ത് വേംസ്, അതുപോലെ മില്ലിപ്പിഡസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ചേരാട്ട എന്ന് പറയില്ലേ ആ സാധനം. പിന്നെ പഴുതാര, സെൻറ്റിപ്പിഡസ്, പഴുതാര, ഇതൊക്കെ ഈ മണ്ണിലാണ് ജീവിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ എർത്ത് വേംസിനെ കർഷകരുടെ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? ഈ എർത്ത് വേംസ് മണ്ണെല്ലാം ഇങ്ങനെ അടിയിൽ നിന്ന് ഇളക്കിയിടും. അത് കാരണം ഈ മണ്ണിന് കൂടുതൽ എയർ ലഭിക്കുകയും ഫെർട്ടൈൽ ആവുകയും ചെയ്യും. അപ്പം മണ്ണിൻ്റെ അടിയിൽ ജീവിക്കുന്ന ധാരാളം ജീവികളും ഉണ്ട്. ഓക്കെ. ദെൻ all of you take page number 171 once again. Okay, are you ready for it? Okay. Soil is the topmost layer of the earth. Plants need soil to grow. Soil is also home to many small animals. But how is soil formed? Soil is formed by breaking up of rocks. In the beginning, the earth's surface was covered with rocks. These rocks were heated by the sun and cooled by the rain. Due to this, the rocks broken into small pieces. These pieces of rocks were carried by the running water and strong winds. This action of flowing water and wind further broken down the rocks pieces into smaller and smaller pieces, and finally tiny soil particles were formed. The sizes of soil particles differs from soil to soil. Soil also differ in color and texture. Take next page. What does soil contain? Let us do a simple experiment to find out what soil contains. Take some water in a jar and add a handful of garden soil to it. Shake it well and allow it to settle. After some time, you will find that the soil has settled into 4 layers. You will find dead leaves, twigs and dead insects floating at the top. This is humus. The next will be a layer of muddy water contains very fine soil particles. This is clay. Then you will find a layer of sand with soil particles bigger than clay. At the bottom will be coarse soil particles of gravel, small pieces of rocks and stones. Then types of soil. Soil is not the same everywhere. Different types of soils are found in different places. And there are mainly 3 types of soil. First one, sandy soil. This type of soil is made up of sand. It is yellow, grey or light brown in color. There is a lot of space between the soil particles. That is why sandy soil cannot hold much water. Sandy soil is found on beaches and in the deserts. It is mixture with cement and used to make buildings. Next one, clay soil. This type of soil is made up of clay,
The soil particles are very fine and sticky together. That is why clay soil can hold more water but does not trap enough air for the roots of the plants. Clay soil is found in ponds and river beds. Since it is very sticky, it is used to make pots and other particles. Then next one, loamy soil. Loamy soil is mixture of sand and clay. It can hold more water and air. It also contains a lot of humus. Humus makes the soil fertile. All these features make loamy soil best for plant growth. Next one, soil and crops. Different types of soil are suitable for different types of crops to grow. Adding cow dung manure and clay, decaying leaves make the soil fertile. Becomes manure has a lot of humus. Then animals in the soil. Soil is home to a large number of animals. Rabbits make burrows in the soil. Insects such as ants and beetles live in the soil. Worms such as earthworms, melliferous and centipedes makes turns in the soil. Earthworms are also called farmers' friends because they turn the soil and make the soil airy and fertile. Okay. Then all of you look at the boards. This is your dictation words in this chapter. Humus, clay, sand, gravel, loamy soil. Once again, humus, clay, sand, gravel, loamy soil. Each words you write 5 times in your notebook. Okay, children, take page number 174. 174. Exercise part A. Tick the correct answer. Tick the correct answer. Okay. All of you take your pencil also. First question. Soil is formed from. Soil is formed from rocks, humus, plants, insects. Which is the correct answer? Soil is formed from rocks. Rocks. All of you put tick rocks. The next one. Dead remains of plants and animals form gravel, humus and clay. Which form? Dead animals of plants and animals form humus. Humus is the correct. Okay. Then next one, the soil which is sticky could be. The soil which is sticky could be sandy soil, loamy soil, silty soil, clay soil. Yes, clay soil. Clay soil the correct answer. Next one, animals that are called farmers' friends could be. Farmers' friends, which animal? Spider, mice, earthworms, mosquitoes. Which is the correct answer? Yes, earthworms. Okay. Listen once again. Soil is formed from rocks. Dead remains of plants and animals form humus. The soil which is sticky could be clay soil. Then animals that are called farmers' friends could be earthworms. Okay. Okay, children. Exercise B, true or false. Okay, look at the boards. Clay does not allow much water to pass through.
Clay does not allow much water to pass through. True or false? Yes, this statement true. Okay. The next, sand does not hold water. Sand does not hold water. True. Next one, soil is always smooth in soil is always smooth in structure. Soil is always smooth in structure. False. False. Then next, loamy soil is a mixture of clay and sand. Loamy soil is a mixture of clay and sand. True. True. Then last one, sandy soil is best suited for the growth of plants. Sandy soil best suited for the growth of plants? No. False. Okay. Listen once again. Clay does not allow much water to pass through. True. Sand does not hold water. True. Soil is always smooth in structure. False. Loamy soil is a mixture of clay and sand. True. Sandy soil is best suited for the growth of plants. False. Okay. Okay, children, today's class is over. We will meet our next class.